പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിങ്കപ്പടിക്കലാണ്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡ്. അപ്പം അവിടെ ഒരു കലുങ്ക് പണി എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് വെള്ളം ഒഴുകാൻ വേണ്ടി ഒരു ചെറിയൊരു കലുങ്ക് നിർമ്മാണമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഇന്നലെ അവർ കഴിഞ്ഞ ദിവസം ഒരു പണിതാണ്, എല്ലാം കൂടെ ഇടിഞ്ഞു പറഞ്ഞ് പോയി. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയത് എന്താ സംഭവിച്ചതെന്ന് കാണാം. ചാലിങ്കൽപ്പടി വയലാറ്റുപടി റോഡാണ്. ഈ റോഡിൽ ഇതിലെ വെള്ളമൊഴുക്കിന് വേണ്ടി ഒരു കലുങ്ക് നിർമ്മിച്ചതാണ്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായത്. 1,15,000 രൂപയാണ് ഈ കലുങ്കിൻ്റെ ബഡ്ജറ്റ്. ഇവിടുന്ന് മുകളിലോട്ട് റോഡുണ്ട്. അപ്പോൾ അവിടുന്ന് അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ വെള്ളം ഇവിടെ ഈ കലുങ്ക് വഴി വെള്ളം പോകാൻ വേണ്ടിയാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുകളിലോട്ടൊരു ഗ്രില്ലൊക്കെ ഇട്ട് പണി പൂർത്തിയായി. ഒരു വണ്ടി എന്തോ കയറിയെന്നാണ് പറഞ്ഞത്. എല്ലാം കൂടെ അരച്ച് കെട്ടി മൊത്തം താഴോട്ടങ്ങ് പോയി. കാരണം ഏറ്റവും കേജ് കുറഞ്ഞ കമ്പി ഇട്ടാണ് അവർ പണിതെന്നാണ്. പക്ഷേ ഇവിടെയെങ്ങും കമ്പിയൊന്നുമില്ല, കമ്പി അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പണിതതിൻ്റെ സാധനങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്ത് കിടക്കുകയായിരുന്നു. അത് മുഴുവൻ ഇവർ കോരിയെടുത്ത് ഇപ്പുറം ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതുതന്നെയല്ല, ഇവിടുന്ന് മുകളിലോട്ട് ഇത് പണിതപ്പത്തിന് ഒത്തിരി പേര് പറഞ്ഞതാണ് ഇവിടുന്ന് വണ്ടി കയറാനൊക്കെ പാടാണ്. അപ്പോൾ അത് നല്ലപോലെ സ്ലോപ്പാക്കി ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇത് ബംഗാളികളാണ് ഇത് പണിയുന്നത്. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ കോൺട്രാക്റ്റാണ് ഇത് പണിയുന്നെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണമൊക്കെ ബംഗാളികളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു ജൽജീവൻ്റെ ഒരു പൈപ്പിൻ്റെ പീസുണ്ട്. ആ പീസും കൂടെ കൂട്ടിയിട്ടാണ് വാർത്തിരിക്കുന്നത്. ഇനി അതെടുക്കണമെങ്കിൽ അത് അവിടുന്ന് പൊട്ടിക്കണമെന്ന് തോന്നും. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ. കണ്ടോ, മൊത്തം ഇടിഞ്ഞ് ഇവരൊരു നല്ല സ്ട്രോങ് ആയിട്ടൊന്നും അല്ല ഇത് പണിതിരിക്കുന്നത്. ചുമ്മാ അതൊരു തട്ടിക്കൂട്ടി പണിതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ ഇടിഞ്ഞ് പറഞ്ഞ് കിടക്കുന്ന കണ്ടോ. ആ ഗ്രില്ലടക്കം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ആ ഗ്രില്ലെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ചിലം കയറി നിൽക്കേണ്ട, അതുപോലും ഇല്ലാതെ അതിൻ്റെ വിളമ്പത്ത് എല്ലാം ലാഭം നോക്കുന്നതാണ്. അതെല്ലാം കൂടെ ഇടിഞ്ഞ് പറഞ്ഞ് കിടക്കുകയാണ്. ഇതിലെ മുകളിലോട്ടൊക്കെ ഒരുപാട് വീട്ടുകാരൊക്കെ ഉള്ളതാണ്. അവരൊക്കെ നടന്നു പോകുന്നതാണ്. ഇതിപ്പോൾ എത്ര ദിവസമായെന്നറിയത്. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിൻ്റെ കൈക്കൊരു ചെറിയ പൊട്ടലായിട്ട് സർജറിക്ക് വേണ്ടി അഡ്മിറ്റാണ്. അപ്പോൾ അദ്ദേഹം 5 ദിവസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാനൊന്നും പറ്റിയില്ല. അവർ ഞായറാഴ്ച 2 ദിവസം കൊണ്ട് അതിൻ്റെ പണിയല്ല, ഞായറാഴ്ച കൊണ്ടൊക്കെ അതിൻ്റെ പണി തീർത്തെന്ന് തോന്നും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ മെമ്പറെ വിളിച്ചപ്പം പറഞ്ഞു അത് അവിടെ കിടക്കട്ടെ, ഞാൻ വന്നിട്ട് ബാക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പണി നിർത്തി വെച്ചേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കണ്ട, ആ പൈപ്പിൻ്റെ പീസും കൂടെ അതിൻ്റെ അകത്തിട്ടൊക്കെയാണ് ഇവർ വാർത്തിരിക്കുന്നത്. കണ്ട, ഈ പൈപ്പ് ഇനി അത് വലിച്ചു വിടണമെങ്കിൽ അവിടെ വീണ്ടും വെട്ടിപ്പൊട്ടിക്കണം. ഇതൊക്കെ എന്ത് കണ്ടുകൊണ്ടാണെന്ന് ഒരു പിടുത്തവുമില്ല. പഞ്ചായത്തിലൊരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറുണ്ട്. ഇതിൻ്റെയൊക്കെ പണി ചെയ്യുമ്പോഴത്തേന് അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ വേണ്ടേ, അല്ലാതെ ചുമ്മാതെ ഒരു പഴിക്ക് പൈസ അനുവദിച്ചെന്നും പറഞ്ഞ് എന്ത് തോന്നിയാവസം കാണിക്കാവുന്നതാണ്. അവരുടെ പിന്നെ എന്തിന് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരാളുടെ പോസ്റ്റ് എന്തിനാണ് വെറുതെ? അവർ വന്നത് കണ്ടിത് വ്യക്തമായിട്ട് ഇതിൻ്റെ നിർമ്മാണം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുകൊണ്ട് വേണ്ടത് ചെയ്യാൻ വേണ്ടി. ഈ പൈസ ഇപ്പോൾ ഇത്രയും പണിതതിൻ്റെ പൈസയൊക്കെ പോയില്ല. എന്ത് അത്ര ചാക്ക് സിമെൻ്റാണ് പോയി കിടക്കുന്നത്. ഈ സൈഡിലൊരു തിട്ട പോലെയായിരുന്നു. അന്നേരം നാട്ടുകാർ പറഞ്ഞത് അവിടെ വണ്ടി കയറാൻ ബൈക്കൊക്കെ കയറി പോകാൻ പാടാന്നൊക്കെ പറഞ്ഞു. അവരൊന്നും അത് മൈൻഡ് ചെയ്യത്തില്ല. ഉണ്ടോ, ഇതെല്ലാം ഇപ്പം കോരിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ നോക്കിയിട്ട് മാത്രം ഇതിൻ്റെ പണി ചെയ്താൽ മതി. അതുവരെ അവിടെ കിടക്കട്ടെ. ഉണ്ടോ, ഈ പൈപ്പ് ജലജീവൻ്റെ പൈപ്പാണ്. അതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയത്തുണ്ടോ. അതിലേക്ക് വാഹനങ്ങൾ പോകേണ്ടതല്ലേ. അതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടി. അത് തന്നെയല്ല, ഇവിടുന്ന് വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകാൻ, ഇതിൻ്റെ അകത്ത് വന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം റോഡിൽ കൂടെ തന്നെ പോകണം. അവിടെ വേറെ ഓടകളോ ഒന്നുമില്ല. മുകളിലോട്ടുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പോയി കിടക്കുകയാണ്. ജലജീവൻ്റെ പൈപ്പിന് വേണ്ടി പൊട്ടിച്ചാണ് അതങ്ങനെ കിടക്കുന്നു. ഉണ്ടോ, ഇവിടെയെല്ലാം മുകളിലൊക്കെ ഒരുപാട് വീട്ടുകാരുള്ള അവരൊക്കെ എത്ര നാളായിട്ട് ദുരിതത്തിലാണ്. കഴിഞ്ഞ ദിവസവും ഈ പണിത കോൺട്രാക്ടർ നമ്മുടെ പുതുപ്പള്ളിയിൽ
IHRD സ്കൂളിൻ്റെ അവിടെ ഒരു വർക്ക് ചെയ്തായിരുന്നു. അന്നേരത്തെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലെ വണ്ടി കയറത്തില്ല, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരക്കായിരുന്നു. ഞാൻ വൈകുന്നേരമാണ് അവിടെ ചെന്നത്. വൈകുന്നേരം ചെന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോഴും വണ്ടി കയറത്തില്ല. ഞാൻ അന്നേരം സ്കൂളിൽ ചെന്ന് അവിടുത്തെ HM-നെ കണ്ടു, HM-നെ വിളിച്ചു. അതുപോലെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സാബു പുതുപ്രമനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജോബിയെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ്. ജോബിയായിരുന്നു ആ വാർഡിലെ മെമ്പർ. ജോബിയും വന്നു. ഞങ്ങളെല്ലാം കൂടെ അതെല്ലാം മൊത്തം നോക്കി കഴിഞ്ഞപ്പോൾ അതിന് ഒരു വിധത്തിലും വണ്ടി കയറത്തില്ല. അതിൻ്റെ അന്നേരം കോൺട്രാക്ടറെ വിളിച്ച് കാണിച്ചു ഇതിലെങ്ങനെ വണ്ടി കയറുന്നുള്ളത്. അന്നേരത്തിന് അദ്ദേഹം അതിൻ്റെ പണി ഒത്തിരി നേരമെല്ലാം ആലോചിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി കയറത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേന് അത് വീണ്ടും വെട്ടിപ്പൊട്ടിച്ച്. അത് പണി കംപ്ലീറ്റ് പൂർത്തിയായതിനു ശേഷമാണ് മൊത്തം വെട്ടിപ്പൊട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പഴയ രീതിയിൽ മുകളിൽ നിന്ന് കുറച്ചും കൂടെ സ്ലോപ്പാക്കി എടുത്ത് ഇപ്പം വണ്ടി കയറത്തക്ക രീതിയിലാണ് ആക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ വർക്കുകളൊക്കെ നടക്കുന്നത്. അതിന് വേണ്ടപ്പെട്ട ഈ AE എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇത് അനുമതി കൊടുത്താൽ മാത്രം പോരാ, അവിടെ വന്ന് നോക്കണം ഇതിൻ്റെ പണി ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് ഏത് രീതിയിൽ ഇത് ജനങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ വർക്കാണ് സ്കൂളിൽ നടത്തിയത്. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് 3 ലക്ഷം രൂപ നിബു ജോണാണ് അനുവദിച്ചത്. അപ്പം അതിൻ്റെ പണി പൈസ അനുവദിച്ചാൽ മാത്രം പോരല്ലോ, ഇതിൻ്റെ ഏത് രീതിയിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുള്ളതും ഈ അനുവദിക്കുന്നവർ കണ്ടോ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പണി അന്നേരം ഞാൻ വരുമ്പോഴത്തേന് ഇത് പണി മുഴുവൻ പൂർത്തിയായതാണ്. അതിനുശേഷം വീണ്ടും വെട്ടിപ്പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ അവിടെ എല്ലാം വീണ്ടും അത്രയും കോൺക്രീറ്റ് ചെയ്തത് വീണ്ടും വെട്ടിപ്പൊളിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് മനസ്സിലായി വണ്ടി കയറുകയല്ലെന്ന് മനസ്സിലായി. അപ്പം മോളിൽ നിന്ന് കണ്ടോ നിങ്ങൾക്ക് കാണാം, മോളിൽ നിന്ന് അവിടുന്ന് ആ കട്ട മുഴുവൻ പൊളിച്ചിട്ട് അവിടുന്ന് സ്ലോപ്പാക്കി പിന്നീടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആ സ്ഥാനത്ത് അവർ പണി തീർത്ത് അവർ ഇത് മാറിച്ചുണ്ടെങ്കിൽ പോകത്തല്ലേ ഉള്ളൂ. Yeah.